എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞു. നമ്മുടെ പ്രതീക്ഷയെക്കാളും അല്ലെങ്കിൽ ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു നല്ല ബഡ്ജറ്റാണ് കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് ഇതൊരു ഡ്രീം ബഡ്ജറ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ നികുതിദായകർക്ക് ഇത്ര അധികം ബെനിഫിറ്റ് നൽകിയിട്ടുള്ള മറ്റൊരു ബഡ്ജറ്റും ഇതുവരെ ഒരു ധനകാര്യമന്ത്രിയും അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ധാരാളം എക്സ്പെക്റ്റേഷൻസ് എല്ലാ ബഡ്ജറ്റുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ബഡ്ജറ്റ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും പറയാറ് ഒന്നും തന്നെ കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയധികം ബെനിഫിറ്റ് കിട്ടുമെന്നുള്ള കാര്യം. പക്ഷേ പ്രതീക്ഷയ്ക്ക് മുകളിലായിട്ട് നികുതിദായകർക്ക് നല്ല ബെനിഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള എല്ലാ പബ്ലിക്കിനും ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും വളരെ വളരെ പ്രോമിസിങ് ആണ്. 1 ലക്ഷം രൂപ വരെ ഒരു മാസം വരുമാനമുള്ളൊരു വ്യക്തിക്ക് ഒരു ടാക്സും കൊടുക്കാതെ തങ്ങളുടെ വരുമാനം തങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു അവസരമാണ് ധനകാര്യമന്ത്രി ഉണ്ടാക്കി തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു ബെനിഫിറ്റ് കിട്ടുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലും അടുത്ത ദിവസങ്ങളിലും അടുത്ത മാസങ്ങളിലും കാണാനായിട്ട് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിലുള്ളൊരു ബെനിഫിറ്റ് തന്നെയാണ് നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ പല ബഡ്ജറ്റുകളും കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊന്നും പല സെക്ടർ അലോക്കേഷനൊന്നും വന്നിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേ നമ്മുടെ ഇന്നത്തെ ബഡ്ജറ്റിൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ ഫിസ്ക്കൽ ഡിസിപ്ലിൻ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റ് ഈ പരിമിതമായ സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള നല്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പല സെക്ടേഴ്സിനും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള അലോക്കേഷനൊന്നും വന്നിട്ടില്ല. ക്യാപെക്സ് അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ 11.21 ലക്ഷം കോടിയാണ് അടുത്ത വർഷത്തേക്ക് ഇയർ മാർക്ക് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇയർ മാർക്ക് ചെയ്തിരുന്നത് 11.1 ലക്ഷം കോടിയായിരുന്നു. പക്ഷേ അത്രയും തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ മാർക്കറ്റിലും കണ്ടു കഴിഞ്ഞു. അടുത്ത വർഷത്തേക്കുള്ള അലോക്കേഷനും സ്ലൈറ്റ്ലി ഹയർ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻഫ്രാ സ്റ്റോക്കുകൾ, റെയിൽവേ സ്റ്റോക്കുകൾ, ഡിഫൻസ് സ്റ്റോക്കുകൾ, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നൊരു നെഗറ്റീവ് റിയാക്ഷൻ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പരിമിതമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു സെക്ടർ അലോക്കേഷനിലും റിഡക്ഷൻ വരുത്തിയിട്ടില്ല. സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റിനുള്ള കാരണങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ പൊതുവെയുള്ളൊരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ഒരു നെഗറ്റീവ് റിയാക്ഷനാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ MSME സെഗ്മെൻറ്റിൽ ധാരാളം അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് തന്നെയാണ്. ഈ സെക്ടർ തന്നെയാണ് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സെക്ടറിന് ഗവൺമെൻറ് എല്ലാ കാലത്തും ധാരാളം പ്രാധാന്യം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രാധാന്യം തന്നെയാണ് ഇപ്പോഴും നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ധാരാളം ജോബ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ലെതർ ഫുട്വെയർ രംഗത്ത് ധാരാളം അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ടോയ് മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യനെ ഒരു മേജർ പ്ലെയറാക്കി മാറ്റാനുള്ള അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ന്യൂക്ലിയർ പവർ 2047 100 ഗിഗാവാട്ട് ന്യൂക്ലിയർ പവർ ജനറേറ്റ് ചെയ്യാനുള്ള പദ്ധതികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജലജീവൻ
പ്രൊജക്റ്റ് മുന്നോട്ട് പോകാനുള്ള അനൗൺസ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇത് വേസ്റ്റ് വാട്ടർ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് തന്നെയാണ്. ഷിപ്പ് ബിൽഡിങ്ങിന് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ ഇല്ല എങ്കിൽ പോലും പല അനൗൺസ്മെൻറ്റുകളും ഷിപ്പ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചും ഷിപ്പിംഗ് സെക്ടറിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ടൂറിസം സെക്ടറിൽ പല ഹോട്ടൽ സെഗ്മെൻറ്റിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ സെക്ടറിനും ഈ അനൗൺസ്മെൻറ്റുകൾ വളരെ പോസിറ്റീവാണ്. പവർ ട്രാൻസ്മിഷൻ രംഗത്ത്, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കാനുള്ള അനൗൺസ്മെൻറ്റുകൾ, ആ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചുള്ള അനൗൺസ്മെൻറ്റുകളൊക്കെ അത് വളരെയധികം പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന കാര്യങ്ങളാണ്. ടെക്നിക്കൽ ടെക്സ്റ്റൈൽസ് ഇതൊരു അപ്കമിങ് സെക്ടറാണ്. ഈ രംഗത്തും ധാരാളം പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ ബഡ്ജറ്റിലുണ്ട്. അപ്പോൾ ആ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. ലിഥിയം അയോൺ ബാറ്ററി ഇമ്പോർട്ട് ഡ്യൂട്ടി എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ലിഥിയം അയോൺ ബാറ്ററി മാനുഫാക്ചറിങ്ങിലുള്ള 35 ക്യാപിറ്റൽ ഗുഡ്സ് ഐറ്റത്തിൻ്റെയും ഡ്യൂട്ടി എടുത്തു കളഞ്ഞിരിക്കുകയാണ്, ഇമ്പോർട്ട് ഡ്യൂട്ടി എടുത്തു കളഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസുകളൊക്കെ ഈ സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം ഓട്ടോമൊബൈൽ രംഗത്തിനും ഈ അനൗൺസ്മെൻറ്റുകൾ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് EV വെഹിക്കിൾസ് ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി റിഡക്ഷൻ വരുത്തുന്നത് EV ബാറ്ററികളുടെ കോസ്റ്റ് കുറയ്ക്കും, അതിനനുസരിച്ച് വണ്ടികളുടെ വില കുറയും, അതിനനുസരിച്ച് സെയിൽസ് കൂടും. ഇതൊക്കെയാണ് പോസിറ്റീവ് ഇമ്പാക്റ്റ്. അതോടൊപ്പം തന്നെ IT എക്സംഷൻ ലിമിറ്റ്, അതായത് 7 ലക്ഷത്തിൽ നിന്ന് 12 ലക്ഷം വരെ ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്. 12 ലക്ഷം വരെ ഇൻകമുള്ള ആൾക്ക് ഒരു നികുതിയും കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യം വരെയാണ്. തീർച്ചയായിട്ടും ഇത് കൺസംഷൻ കൂട്ടാനായിട്ട് ഇടയാക്കും. ഇത് പ്രത്യേകിച്ച് FMCG, അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ്, ഓട്ടോമൊബൈല്, അതുപോലെ തന്നെ ജുവല്ലറി ഐറ്റംസ്, ലക്ഷറി ഐറ്റംസ്, ഇത്തരത്തിലുള്ള കൺസംഷനൊക്കെ കൂടാനായിട്ട് ഈ അനൗൺസ്മെൻറ്റ് ഇടയാക്കുന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോങ് റണ്ണിൽ ഈ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളൊക്കെ മുന്നേറ്റം ആരംഭിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇന്ന് ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം തന്നെ FMCG, അതുപോലെ തന്നെ കൺസ്യൂമർ ഗുഡ്സ് സ്റ്റോക്കുകളൊക്കെ മുന്നേറ്റം ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലും ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇന്നത്തെ പോസിറ്റീവ് അനൗൺസ്മെൻറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിൽ റിഫ്ലക്റ്റഡ് ആയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ രീതിയിലുള്ള താരിഫ് അനൗൺസ്മെൻറ്റുകളൊക്കെ ഇന്ന് നടത്തുമെന്നുള്ളൊരു റിപ്പോർട്ടൊക്കെ ഉണ്ട്. ആ അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു വൊളാറ്റിലിറ്റിയൊക്കെ നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ഇത്തരത്തിലുള്ളൊരു നല്ല ബഡ്ജറ്റിന് ശേഷം ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാതിരുന്നിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അതേസമയം ഗവൺമെൻറ് എക്കണോമിക് സർവേയിൽ പറഞ്ഞ പോലെ ഈ വർഷം, അതുപോലെ തന്നെ അടുത്ത ധനകാര്യ വർഷം നമ്മുടെ GDP ഗ്രോത്ത് കാര്യമായിട്ടൊന്നും മുന്നേറില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഗവൺമെൻറ്റിനുള്ളത്. പക്ഷേ അതിൻ്റെ മുന്നേറ്റത്തിനുള്ളൊരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ടാക്സ് ബെനിഫിറ്റുകളൊക്കെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, പോസിറ്റീവ് ഇമ്പാക്റ്റ് അടുത്ത മാസങ്ങളിൽ കാണാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ബഡ്ജറ്റ് കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ച് മേജർ ഇവൻറ്റുകളൊന്നും തന്നെ ഈ വർഷം അടുത്തൊന്നുമില്ല. ഇനി ബീഹാർ ഇലക്ഷനാണ് ഒക്ടോബറിൽ വരുന്നത്. ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ധാരാളം ഫേവറബിൾ അനൗൺസ്മെൻറ്റുകൾ ബീഹാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ബീഹാറിലെ പല ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ പല സെക്ടറുകളും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ ഒരു പക്ഷേ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെങ്കിൽ പോലും പല സ്റ്റേറ്റുകളും മുന്നേറുന്നത് ഓവറോൾ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മുമ്പ് നമ്മൾ ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ മറ്റു പല സ്റ്റേറ്റുകളുടെ കാര്യത്തിലായാലും അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പല ആരോപണങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ സ്റ്റേറ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മളൊരു സ്റ്റേറ്റിന് അലോക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ പരിഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ഓവറോൾ ഇമ്പാക്റ്റ്
ഇമ്പാക്റ്റ് ഇന്ത്യക്ക് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റിന് അത്തരത്തിൽ മാത്രമേ ഇപ്പം നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കുള്ളൂ. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമുക്ക് ധനകാര്യമന്ത്രിയെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല. കാരണം നികുതിദായകർക്ക് ഇത്ര അധികം ബെനിഫിറ്റ് നൽകിയിട്ടുള്ള ഒരു ബഡ്ജറ്റും ഒരു ധനകാര്യമന്ത്രിയും ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പോസിറ്റീവ് സെൻറ്റിമെൻ്റൊക്കെ ബഡ്ജറ്റിന് ശേഷമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മാർക്കറ്റ് തീർച്ചയായിട്ടും ഗ്ലോബൽ ഫാക്ടേഴ്സിൻ്റെ ഇമ്പാക്റ്റും കൂടി റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് എന്താണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്, ഏത് താരിഫ് ഏത് രാജ്യത്തിന് മേലാണ് ഇമ്പോസ് ചെയ്യാൻ പോകുന്നത്, അതിനനുസരിച്ച് ഗ്ലോബൽ മാർക്കറ്റുകളൊക്കെ റിയാക്ട് ചെയ്തേക്കാം. അതിനനുസരിച്ചുള്ള റിയാക്ഷൻ നമ്മുടെ അവിടെയൊക്കെ കണ്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള പരിഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. ബഡ്ജറ്റ് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും നല്ലൊരു ബഡ്ജറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബഡ്ജറ്റിൽ പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുള്ള സെക്ടറുകളിലെ സ്റ്റോക്കുകളൊക്കെ മുന്നേറ്റം ആരംഭിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് വൊളാറ്റിലിറ്റിയൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് മാറ്റിവെക്കാനൊന്നും സാധിക്കില്ല. അതേസമയം നമ്മുടെ ബഡ്ജറ്റിൽ അനൗൺസ്മെൻറ്റുകൾ പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള സെക്ടറുകളിലെ സ്റ്റോക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തീർച്ചയായിട്ടും ഇൻഷുറൻസ് സെക്ടർ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സെക്ടറാണ്. 100% FD അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ടൂറിസത്തിന് ധാരാളം അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. ഹെൽത്ത് കെയർ രംഗത്ത് ധാരാളം അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അർബൻ ചലഞ്ച് ഫണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അർബൻ സിറ്റികൾ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനാണ്. തീർച്ചയായിട്ടും ഈ രംഗത്തുള്ള പല കമ്പനികളുണ്ട്. ഹഡ്കോ, അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനികൾ, ഇവരെ സംബന്ധിച്ചൊക്കെ ഇത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകളുള്ള കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള അലോക്കേഷൻ നടത്തുമ്പോൾ കൺസംഷൻ അതുപോലെ തന്നെ ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിലേക്ക് കൺസംഷൻ ഒരു അലോക്കേഷൻ കൂട്ടുന്നത് നന്നായിരിക്കും. RBI പോളിസി വരുന്നുണ്ട് അടുത്ത ആഴ്ചയിൽ. RBI പോളിസി 7-ാം തീയതി അനൗൺസ് ചെയ്യും. 0.25% നിരക്കിൽ റെപ്പോ റേറ്റ് കട്ട് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. അപ്പോൾ ബഡ്ജറ്റിന് ശേഷം വീണ്ടും ഒരു കാറ്റലിസ്റ്റ് വരികയാണ് മാർക്കറ്റിൻ്റെ അപ്വേർഡ് മൊമെൻറ്റത്തിന്. അത്തരത്തിലുള്ളൊരു കാറ്റലിസ്റ്റും കൂടി വന്ന് മാർക്കറ്റ് ഒരു പക്ഷേ മുന്നേറ്റം ആരംഭിക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. പക്ഷേ ഗ്ലോബൽ ഫാക്ടേഴ്സ് അതിനൊരു തടസ്സം തന്നെയാണ്. വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇപ്പോൾ ഗ്ലോബലി വരികയാണെങ്കിൽ അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ മാർക്കറ്റിലും. അതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച പോലെ ഗോൾഡ് ഈ ആഴ്ചയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ മാർച്ച് 31 മുമ്പ് തന്നെ ഗോൾഡിൻ്റെ പ്രൈസ് $3000 പെർ ഔൺസ് ക്രോസ് ചെയ്തേക്കാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് പൊതുവെ ഗ്ലോബലി ഉള്ളത്. ട്രംപിൻ്റെ താരിഫ് ഇമ്പോസിഷൻ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ ഒരു പക്ഷേ ഡോളറൈസേഷൻ്റെ ഭാഗമായിട്ട് ഗോൾഡിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റാനുള്ള സാഹചര്യങ്ങളൊക്കെയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഗോൾഡ് അടുത്ത ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കും. അതോടൊപ്പം തന്നെ സിൽവറും ഗോൾഡിനോടൊപ്പം മുന്നേറും എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വീണ്ടും ചൈനീസ് മാർക്കറ്റുകൾ ബുധനാഴ്ച റീഓപ്പൺ ചെയ്യുകയാണ് ലൂണാർ ഹോളിഡേക്ക് ശേഷം. അപ്പോൾ മെറ്റൽ സെക്ടറിലും അതിൻ്റേതായൊരു പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ കാണാൻ സാധിക്കും. അതിനു മുമ്പ് ട്രംപിൻ്റെ താരിഫ് അനൗൺസ് ചെയ്തിരിക്കും. അപ്പോൾ ആ താരിഫിനനുസരിച്ച് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനൊക്കെ അതാത് രാജ്യങ്ങൾ കാണിക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. എന്നിരുന്നാലും ട്രംപിൻ്റെ താരിഫ് ഒരു പരിധി വരെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന അമേരിക്കയിലുള്ള ഓട്ടോമൊബൈൽ കമ്പനികൾ അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് കമ്പനികളൊക്കെ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള സെക്ടറിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന അമേരിക്കക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ അവിടുത്തെ കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിനെയാണ് ബാധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഒരു പക്ഷേ പല ദിവസങ്ങളിലും മാറ്റി പറയുന്ന പോലെ ഏതു നിമിഷവും തീരുമാനമൊക്കെ മാറ്റി പറഞ്ഞേക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ച് വൊളാറ്റിലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഘടകം ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപാണ്.
അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുള്ള ന്യൂസ് ഫ്ലോസ് ഒന്നുമില്ല. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് സ്റ്റാഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ സ്ലോ ആണെന്ന് പറയാം. അതോടൊപ്പം തന്നെ ജനുവരി മാസത്തെ GST ഡാറ്റയും വന്നിട്ടുണ്ട്. സെക്കൻഡ് ഹയസ്റ്റ് ആണ് ജനുവരി മാസം GST കളക്ഷൻ വന്നിരിക്കുന്നത്. ഇത് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു ന്യൂസ് തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഡൊമസ്റ്റിക് ആയിട്ട് ഇനി മേജർ ഇവൻറ്റുകളൊന്നും തന്നെ മുന്നിലില്ല. Q3 റിസൾട്ടുകൾ ബാലൻസ് വരാനുള്ളതുണ്ട്. ഒരുപക്ഷെ ഒരു സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട്, ഡൽഹി അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വരുന്നുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ മാസത്തെ ബീഹാർ ഇലക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നോക്കുന്നത് കോർപ്പറേറ്റ് പെർഫോമൻസ്, കമ്പനി പെർഫോമൻസുകൾ, അതുപോലെ തന്നെ മറ്റ് എക്കണോമിക് ന്യൂസ് ഫ്ലോസ്, ഗ്ലോബൽ ഇവൻറ്റുകൾ, ഈ ഫാക്ടേഴ്സ് തന്നെയാണ് നമുക്ക് വാച്ച് ചെയ്യേണ്ട ഇവൻറ്റുകൾ മാർക്കറ്റിൽ. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്നൊരു ബഡ്ജറ്റാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പക്ഷേ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും കാണിച്ചില്ലെങ്കിൽ പോലും ഓവറോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് പോസിറ്റീവ് തന്നെയാണ്. കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് എക്കണോമി ഗ്രോ ചെയ്യും, നമ്മുടെ മാർക്കറ്റും അതിനനുസരിച്ച് ഗ്രോ ചെയ്യും, പല കമ്പനികളും നല്ല രീതിയിൽ മുന്നേറും. ഇതാണ് ഈ ബഡ്ജറ്റിന് ശേഷം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ബഡ്ജറ്റിൽ പോസിറ്റീവ് അലോക്കേഷനുള്ള സ്റ്റോക്കുകളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ, ഇനി വരാനുള്ള റിസൾട്ടുകൾ, അടുത്ത ആഴ്ചയിലെ RBI പോളിസി കമ്മിറ്റിയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഡിസിഷൻസ്, ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.